വിവിധ വർണ്ണങ്ങളാൽ 150 മില്യൺ പൂക്കളാൽ അലങ്കരിച്ച പൂക്കളുടെ ഒരു പറുദീസ കാണാം. അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഫ്ലോറൽ സ്ട്രക്ചറുകളും ഫ്ലോറൽ കാസ്റ്റലും കാണാം. തൊട്ടടുത്ത് തന്നെ അത്ഭുതപ്പെടുത്തുന്ന അംബർല ടണലും ഒരു മണ്ഡപത്തിന് സമാനമായ ഒരു ഫ്ലവർ ആർച്ചും ഇവിടെ കാണാം. അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മിറാക്കിൾ ഗാർഡൻ എന്ന പൂക്കളുടെ അത്ഭുത ലോകം കാണാം. ദേ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ റെസിഡൻസിനാണെങ്കിൽ 80 ദിർഹമും അതുപോലെ ടൂറിസ്റ്റുകൾക്കാണെങ്കിൽ 100 ദിർഹമാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതാണ് ഈ കാണുന്നതാണ് ഇതിലെ ടിക്കറ്റ്. ഇതിൽ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരേ ചാർജാണ് ഇവർ ഈടാക്കുന്നത്. അങ്ങനെ റെസിഡൻസിൻ്റെ 80 ദിർഹംസിനുള്ള ടിക്കറ്റ് എടുത്ത് ഞങ്ങളിതാ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ റോഡരികിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് തന്നെ ഒരു വലിയ ഗാർഡനിലേക്കാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഗാർഡനാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കയറാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ വലിയ 2 പച്ചപ്പുല്ലിൽ തീർത്ത കുതിരകളെയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നുള്ളത്. ഇനി ഇതിൻ്റെ ചുറ്റുമായിട്ട് ഒരുപാട് ഫ്ലവർ കൊണ്ടുള്ള ഇതുപോലെ സ്ട്രക്ചറുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ ഒരു ഫ്ലവർ കാസ്റ്റൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. (2013) മിറാക്കിൾ ഗാർഡൻ പബ്ലിക്കിനായി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഇതിൻ്റെ സീസണിംഗ് ടൈം. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ്. അതുപോലെ തന്നെ സമ്മർ സീസൺ ആകുമ്പോൾ ഇത് ക്ലോസ്ഡ് ആയിരിക്കും. ഇവിടെ മിറാക്കിൾ ഗോൾഫ് എന്ന ഒരു പ്ലേസ് കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയറിൽ നമുക്ക് പേ ചെയ്തതിന് ശേഷം നമുക്ക് ഗോൾഫൊക്കെ കളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അവിടെയും ഇതുപോലെ ഒരുപാട് ഫ്ലവറൊക്കെ വെച്ച് ഇതുപോലെ ഗാർഡൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ ഏരിയാസൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഒരു മരുഭൂമിയിൽ ഇതുപോലുള്ള പൂക്കളാൽ അലങ്കൃതമായ ഒരു കാഴ്ച കാണാൻ പറ്റുന്നത് തന്നെ ഒരു അതിശയം തന്നെയാണ്. കാരണം ഇതുപോലുള്ള ഒരു ഗാർഡനൊക്കെ ഇതുപോലെ ഒരു മരുഭൂമിയിൽ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ അത് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇതൊരു അത്ഭുത ലോകത്തേക്ക് നമുക്ക് വന്ന ഒരു ഫീലിംഗാണ് ഈ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിപ്പെട്ടാൽ ഉണ്ടാവുന്നത്. അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സൂര്യകാന്തി പൂക്കളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു റിലാക്സേഷനാണ്. ഇതിൻ്റെ മറ്റൊരു സൈഡിലായി ഇതുപോലെ കുറേ ഹാങ്ങിങ് പ്ലാന്റുകൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഇവിടെ ഫ്ലവറൊന്നും ഇല്ല, മൊത്തത്തിൽ ഇതുപോലെ പ്ലാന്റ്സ് മാത്രമാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ കയറി ചെല്ലുന്നത് ഒരു വലിയ അംബർല ഗാർഡനിലേക്കാണ്. പല വർണ്ണങ്ങളാലുള്ള കുടകൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് അത് വലിയൊരു ടണലാക്കി അതിൻ്റെ അകത്തൂടെയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത്. ഇത് കാണുമ്പോൾ ഒരു മണ്ഡപത്തിലേക്കുള്ള എൻട്രൻസ് ആണെന്ന് തോന്നിപ്പോകും. അതുപോലെ ഒരു ഫ്ലവർ കൊണ്ടുള്ള ആർച്ചൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതുപോലുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഇതുപോലെ ഫ്ലവറും പ്ലാന്റ്സൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ എമിറേറ്റ്സ് വിമാനവും ഇവിടെ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടത് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു കൗതുകമാണ് നമുക്ക്. 5 ലക്ഷം ഫ്ലവർ കൊണ്ടാണ് ഈ ഒരു എമിറേറ്റ്സ് ഫ്ലൈറ്റ് അവർ പൂക്കളാൽ അലങ്കൃതമാക്കിയതെന്നാണ് പറയപ്പെടുന്നത്.
150 മില്യൺ ഫ്ലവേഴ്സ് കൊണ്ടാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ ഫുള്ളായി ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നും കൂടി നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പല കളേഴ്സിലുള്ള പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ഫ്ലവർ നമുക്കത് പറിച്ചെടുക്കാനൊന്നും അലൗഡ് ഇല്ല. അപ്പോൾ വളരെ സ്ട്രിക്റ്റാണ് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്രയോ കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ ഒരു മിറാക്കിൾ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ദൂരം നമുക്കിതിങ്ങനെ നടന്ന് കാണേണ്ട ഒരു കാഴ്ചകളാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡിലായി ഇതാ പല കളേഴ്സിലുള്ള ഫ്ലവർ കൊണ്ട് ഇതുപോലെ ഹാർട്ട് ഷേപ്പൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കൊക്കെ കൂട്ടി നിൽക്കുന്നത് കാണാം. നേരിട്ട് കാണാൻ ഇത് ഭയങ്കര അട്രാക്ഷനാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി അങ്ങനെയൊന്നും അലൗഡ് ഇല്ല. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. കുറേ ദൂരം നടക്കാനുള്ള മടി കാരണം ഒരുപാട് കാഴ്ചകൾ ഇതിൽ നിന്നും മിസ്സായി പോയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളുണ്ട്. റെസ്റ്റ് ഏരിയ ആണെങ്കിലും വാഷ്റൂം ആണെങ്കിലും അതുപോലെ പ്രയർ ഹാളാണെങ്കിലും, കൂടാതെ അതിൻ്റെ തൊട്ട് അടുത്തൊക്കെയായി നമുക്ക് ചെറിയ ചെറിയ കോഫി ഷോപ്പും റെസ്റ്റോറൻറ്റ്, കഫ്റ്റീരിയ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തൊട്ടടുത്തായി തന്നെ ഇത് ലേക്ക് പാർക്കും അതോടൊപ്പം തന്നെ അവിടെ ഒരു വുഡൻ ബോട്ടും അതിന് തൊട്ടിപ്പുറത്തായി ഒരു വാട്ടർ വീലൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഈ ഒരു സമയം ഇതിങ്ങനെ കണ്ടിരിക്കാൻ. മിറാക്കിൾ ഗാർഡനിലെ ഇന്നത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു കാഴ്ചയും വിശേഷങ്ങളൊക്കെ ആയി കാണാം. അതുവരേക്കും